നമ്മുടെ പുറകിൽ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന ബോട്ട്. ഇത് ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ബോട്ടാണ് കേട്ടോ. RTA എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. RTAയുടെ ബോട്ടിൽ കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് 2:30-ക്കാണ് ഈ ബോട്ട് പുറപ്പെടുന്നത്. കറക്റ്റ് 1 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. അപ്പോൾ നമ്മളൊരു 2:15 ആകുമ്പോഴത്തേന് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം. എമിറേറ്റ്സ് എംബഡിയുടെ ഈ നോൾ കാർഡ് ഉള്ളവർക്ക് 2 ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പം പക്ഷേ അതെല്ലാം സാറ്റർഡേ മാത്രമാണ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാ മാസത്തിൻ്റെയും 1-ാമത്തെയും 2-ാമത്തെയും സാറ്റർഡേ ദുബായിൽ നിന്നാണ് ബോട്ട് പോകുന്നത്. അവിടുന്ന് നമുക്ക് ഫ്രീ സർവീസ് കിട്ടുന്നത്. പിന്നെ 3-ാമത്തെ 4-ാമത്തെ സാറ്റർഡേ നമുക്ക് ഇവിടുന്ന് ദുബായ് മറീനയിൽ നിന്നാണ്. ഈ കാർഡും കൊണ്ട് 2 അഡൽറ്റിനും അവരുടെ കൂടെയുള്ള 2 പിള്ളേർക്കും ഫ്രീ ആണ്. 12 വയസ്സിൽ താഴെയുള്ള 2 പിള്ളേർക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇരിക്കുവാണ്, വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കളിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കളിക്കാനായിട്ട്. ഈ 2:30 കറക്റ്റ് ആകുമ്പോൾ തന്നെ അവരെ വിളിച്ചുകൊണ്ട് വരണം കയറാനായിട്ട്. അങ്ങനെ നമ്മൾ ബോട്ടിനകത്ത് കയറാൻ പോവാണ് കേട്ടോ. അധികം തിരക്കില്ല കേട്ടോ, ഉച്ചസമയം ആയതുകൊണ്ടായിരിക്കും. നേരെ നമ്മൾ ഉള്ളിലേക്ക് കയറുവാണേ. ബോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുറത്ത് വന്ന് നിന്ന് കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പുറത്തെ ചൂടിന്ന് AC-യിലേക്ക് കയറുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ചൂട് കുറച്ച് കുറയാൻ തുടങ്ങി, എന്നാലും ചൂടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി ഇരുന്നു. സമയം 2:30-ക്കാണ് ഇത് എടുക്കുന്നത്. നമ്മൾ 2:24 ആയപ്പോഴത്തേന് കയറിയിരുന്നു. എൻ്റെ എല്ലാവരും സൈഡ് കാണാൻ വേണ്ടി സൈഡ് സീറ്റിലിരിക്കുവാണ്. ഏതിന് യുവക്കുട്ടിയൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റുകൾ ഉൾഭാഗമാണ് കേട്ടോ. 3 സീറ്റ് വീതമുള്ള 3 സെക്ഷനായിട്ട് ഒരു ലൈനിൽ മൊത്തം 9 സീറ്റുകളുണ്ട് കേട്ടോ. അതായത് ഒരു റോയിൽ 9 സീറ്റുണ്ട്. ഞാൻ ബോട്ടിന്റെ ബിസിനസ് ക്ലാസ്സിൽ, നിങ്ങളെല്ലാം ലോ ക്ലാസ്. ഞാനും ബിസിനസ് കാർട്ടിലാണ്. ബിസിനസ് കാർട്ടിലാ ഉള്ളത്. അത് ശരി. ഹലോ യുവക്കുട്ടി, നമ്മൾ എവിടെയാ ഉള്ളത്? ബിസിനസ് കാർട്ടിലാ. ബോട്ട് മെല്ലെ പുറകോട്ട് പോയി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായി റെഡി ആവുകയാണ് കേട്ടോ. കൃത്യം 2:30-ക്ക് തന്നെ ട്രിപ്പ് സ്റ്റാർട്ടായി. ദുബായ് മറീനയിലെ കെട്ടിടങ്ങളൊക്കെ പുറകിലാക്കി ബോട്ട് മെല്ലെ മുന്നോട്ട് പോവുകയാണ്. ഒരാൾക്കും 2 ആൾക്കും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയ സ്പീഡ് ബോട്ടുകളൊക്കെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ചുട്ടി ഫുൾ എക്സൈറ്റഡ് ആണ് കേട്ടോ. ചുട്ടി ആദ്യമായിട്ടാണ് കയറുന്നത്. ബോട്ടിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട്. സീറ്റുകളൊന്നും ഫുള്ളല്ല കേട്ടോ. ആളുകളൊക്കെ കാഴ്ച കാണാനായിട്ട് സൈഡ് സീറ്റിലായിരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് നടുവിലെ സെക്ഷൻ ഓൾമോസ്റ്റ് കാലിയാണ്. യുവക്കുട്ടിക്ക് മിക്കവാറും ഫൈൻ വരുമെന്ന് അറിയത്തില്ല. താഴെ ഇറങ്ങിയിരിക്കേ. മിസ്ബിഹേവ് ചെയ്യുന്ന പിള്ളേർക്ക് ഫൈൻ ഉണ്ട്. താഴെ ഇറങ്ങിയിരിക്കേ. മിസ്ബിഹേവ് ചെയ്യുന്ന പിള്ളേർക്ക് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു. യുവക്കുട്ടി ചാടി സീറ്റിലിരുന്നു. മറീനയുടെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ ചെറിയ പാലമുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒരു റൗണ്ടും ഉണ്ട്. അതിൽ പനയൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സ്പേസും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ദുബായ് മറീനയിലുള്ള ബിൽഡിംഗ് എല്ലാം വെസ്റ്റേൺ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കരയിലേക്ക് നോക്കിയാൽ പലതരം ഉയരത്തിലുള്ള മനോഹരമായ ബിൽഡിങ്ങുകളാണ്. ബോട്ടിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. മുകളിൽ നല്ല തെളിഞ്ഞ ആകാശം, അടുക്ക് വരി വരിയായ ബിൽഡിങ്ങുകൾ, താഴെ കടും നീല നിറത്തിലുള്ള വെള്ളം. ഇതൊക്കെ നല്ല കാഴ്ചയാണ്. നമ്മുടെ ബോട്ടിന് മുന്നേ പോയ RTAയുടെ ഒരു ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ കാണുന്നതാണ് അയിൻ ദുബായ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒബ്സർവേഷൻ വീലാണ്. 250 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. 2021 ഇത് കംപ്ലീറ്റ് ആയത്. ഇതിപ്പോൾ ടെമ്പററിലി ക്ലോസ്ഡ് ആണ് കേട്ടോ. അയിൻ ദുബായ് പുറകിലാക്കി നമ്മുടെ ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒറ്റയ്ക്കും 2 പേർക്കും ഒക്കെ കയറാവുന്ന ജെറ്റ് സ്കീ കാണാം. ഇവർ 2 പേരും മത്സരമാണെന്ന് തോന്നുന്നു.
ഇവിടെ ഇവിടെയല്ലേ ചങ്ക്? അവർക്ക് എടുത്ത് കാണുമോ അതിന്റെ വരാനുള്ള ദിശാസൂചികയുണ്ട്. എവിടെ? ഇവിടെയാണോ ചങ്ക്? ഉണ്ട് അത് വേറെ എന്തോ ഒരു സാധനം. ഇതിന് ചങ്കും അറിയത്തില്ല, മാങ്ങ അറിയത്തില്ല. അവര് ദിശ കാണിക്കാൻ വേണ്ടി അവിടെ കൊടുത്തേക്കുന്നല്ലേ, എവിടം വരെ പോകാൻ പറ്റുന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. നമ്മൾ ഒഴുകി പോകുവാണല്ലോ. പോവാന്ന് ചുട്ടി പോവാ. അങ്ങ് ദൂരെ കാണുന്നതാണ് റാഫിൾസ് ദ പാം ഹോട്ടൽ. ഇതൊരു പോഷ് ലക്ഷറി ഹോട്ടലാട്ടോ. ഏതോട്ടും വലുതാകുമ്പോ അങ്ങനെ ജെറ്റ് സ്കീ കയറുന്നുണ്ടോ? ഇല്ലേ, ഏതോട്ടും ജെറ്റ് സ്കീയിൽ കയറുന്നില്ല പോലും. ഏതോട്ടെ അങ്ങനെ ഏതോട്ടെ കയറുന്നില്ല. അതെ, ഭയങ്കര ഫാസ്റ്റ് ആണത്. വേണ്ട, അതിന്റെ മേളിൽ ആൾക്കാർ ഇരിക്കുന്നു. പിച്ചുകുട്ടി ഷിപ്പിലാണ്. ഓ, ടി വി കാണണോ ബോട്ടിലിരുന്നിട്ട്? വീട്ടിലിരുന്ന് കണ്ടാ പോരാ? ചേട്ടൻ ഇരുന്ന് ഭയങ്കര കാഴ്ച കാണലാ. ഇതാണ് അപ്പന്റെ രണ്ട് പെൺമക്കള്. അപ്പനും പെൺമക്കളും. ഇച്ചിരി അറ്റം മുറിയൊക്കെ അറിയാം, അതെല്ലാം പ്രയോഗിക്കുക. അറിയാവുന്നല്ല മാക്സിമം പ്രയോഗിക്കുക. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടല്. വളരെ ഫേമസ് ആയ ഒരു 5 സ്റ്റാർ ഹോട്ടലാണിത്. ദുബായ് മറീന വാട്ടർ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വരെ 7 കിലോമീറ്ററാണ് ഉള്ളത്. ഏകദേശം അരമണിക്കൂർ എടുത്താണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ വരെയാണ് ഈ ട്രിപ്പ് ഉള്ളത്. ഇനി തിരിച്ച് അങ്ങോട്ടേക്കും കൂടെ അരമണിക്കൂർ. ഇവിടെ നിന്ന് ബോട്ട് തിരിച്ച് മറീനയിലേക്ക് പോവുക. ടൂറിസ്റ്റുകളുമായി പോകുന്ന ഇതുപോലുള്ള ലക്ഷറി ബോട്ടുകളെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഷിപ്പല്ലേ ഇത്? ബോട്ടല്ലേ? ഇത് ഷിപ്പാണ്. ഇത് ആരാ പറഞ്ഞത് ഷിപ്പാണ്? ആണോ? ആഫ്രിക്ക ടീച്ചറാ? കുട്ടി പോകുമ്പോ ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞാപ്പിനെ കണ്ടോ? വേണ്ടിയിരുന്ന് ഉറങ്ങുന്നു. റാഫിൾസ് ദുബായ്. ഷാർക്ക് എവിടെയുള്ള ചേച്ചി? ടിവിയിലാണോ? ഷാർക്ക് കടലിലൊക്കെ ഉണ്ട്, ടി വി മാത്രല്ല. നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ വീണ്ടും കാണാൻ തുടങ്ങി. കാരണം നമ്മൾ തിരിച്ച് മറീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ കെട്ടിയിട്ട പാരച്യൂട്ടിൽ ഒരാൾ സ്ലോ മോഷനിൽ ഒഴുകി നടക്കുന്നുണ്ട്, കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ചെറിയ പാലം തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് തുടങ്ങി അത് മറുകരയിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ബോട്ടിൻ്റെ സ്പീഡ് നല്ലവണ്ണം കുറഞ്ഞു. മെല്ലെ മെല്ലെ അത് കരയിലേക്ക് അടുക്കുവാണ്. നേരത്തെ കണ്ട മരത്തിന്റെ വലിയ ബോട്ട് ഇതാ വീണ്ടും കണ്ടു. അങ്ങനെ നമ്മൾ വീണ്ടും മറീനയിലെത്തി. എടാ കുഞ്ഞാപ്പോ, നമ്മൾ എത്തിയടാ. ബാ, നമുക്ക് ഇറങ്ങാനായി. എന്തൊരു ഉറക്കായത്. ഏതും കേറി പകുതിയായി പുറക്കാൻ തുടങ്ങിയതല്ലേ? ഉറങ്ങി
ഉറങ്ങിയതാ. ഇനി ഒരു ഉച്ചയുറക്കം ഉറങ്ങി. ഏതൻകുട്ടൻ്റെ ഉറക്കം ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പം രണ്ടുപേരും ഫുൾ ചാർജായി. ഇതുപോലെ തന്നെ ഇത് നമ്മൾ കയറിയ പോലെ തന്നെ. ചുടിന്റെ പാട്ടാ ഹമ്മിറ്റി ഡമ്മിറ്റി സാറ്റർഡേ. അപ്പം നമ്മുടെ റൈഡ് കഴിഞ്ഞു. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. 1 hour കറക്റ്റ് എടുത്തത് അല്ലേ? അപ്പം ഇറങ്ങാം. അങ്ങനെ 1 മണിക്കൂർ നേരത്തെ അടിപൊളി ഒരു ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക കേട്ടോ. നല്ല രസമായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നൊക്കെ കാണാൻ പറ്റി. കാരണം 2 സൈഡിലത്തെയും വീഡിയോ എടുക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഏതൻകുട്ടൻ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റതായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ അരമണിക്കൂർ അങ്ങ് കിടന്നുറങ്ങി. നോക്ക് വാക്കുട്ടി, എൻ്റെ ഏറ്റവും ലാസ്റ്റ് പപ്പച്ചിയും ഏതൻകുട്ടനും കൂടെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ബാക്കി കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഏതൻകുട്ട, യുവക്കുട്ടി, ഇസക്കുട്ടി? ബോട്ടിന്റെ ഡ്രൈവർ ആണ് വീട്ടിൽ നിന്ന് ഉറങ്ങിട്ട് വരണല്ലേ? ഡ്രൈവ് ചെയ്ത് വരുന്നവരാ? അത് ശരി. അപ്പൊ അല്ലേ പിന്നെ ബോട്ടിൽ കയറിയാൽ ചിലപ്പോൾ ഉറങ്ങി പോകുന്നതാണ് ഏതൻ പറയുന്നത്. അപ്പൊ കാഴ്ചകൾ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഓൾറെഡി ഉറങ്ങിയിട്ട് വരണം അല്ലേ? അതുകൊണ്ട് ഏതൻകുട്ടൻ ഒരു അരമണിക്കൂർ നേരം ഉറങ്ങുകയായിരുന്നു. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതിങ്ങനെയുണ്ടായിരുന്നു. യുവക്കുട്ടിക്കും ഇസക്കുട്ടിക്കും എങ്ങനെയുണ്ടായിരുന്നു? യുവക്കുട്ടി കാറിൽ നിന്ന് ഉറങ്ങിയിട്ട് വന്നോണ്ട് യുവക്കുട്ടി നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തല്ലേ? ഇച്ചൂട്ടിയോ? ഇച്ചൂട്ടി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇച്ചൂട്ടി നടക്കുമായിരുന്നു. അതെ ശരിയാ. ലണ്ടൻ ബ്രിഡ്ജ് ഫാളിംഗ് ഡൗൺ, പിന്നെ ഹംപ്റ്റി ഡംപ്റ്റി, പിന്നെ ബേബി ഷാർക്ക് അതും ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഉച്ചൂട്ടി പാടിയതിന്റെ സമ്മറിയാണോ യുവക്കുട്ടി പറഞ്ഞത്? ഇതൊക്കെ പാടി ഇച്ചൂട്ടി അതിലെ കൂടെ കറങ്ങിയായിരുന്നു അല്ലേ? ഇനി നമുക്ക് പോകാം. ഐസ്ക്രീം ഇമ്പോർട്ടന്റ്. സമ്മർ സീസണിൽ ഐസ്ക്രീം കഴിക്കണം. ഇപ്പൊ ഇവര് രണ്ടുപേരും സയൻസിൽ ഇപ്പൊ സീസണാ പഠിച്ചോണ്ടിരിക്കുന്നത്. അത് കാരണം ഇപ്പൊ സമ്മർ സീസൺ ആണ്, ഐസ്ക്രീം കഴിക്കേണ്ട സീസൺ ആണ്. ഐസ്ക്രീം ആണ് സമ്മറിന്റെ ഇമ്പോർട്ടന്റ്. ഐസ്ക്രീം പോലെ വാങ്ങിക്കൂല. പിന്നെ ഇതെന്നാ? ഓ ഐസ്ക്രീം. ഞാനോർത്തു ഐസ്ക്രീം വാങ്ങിക്കില്ലെന്ന്. ബെസ്റ്റ് പിന്നെ എന്ത് നോക്കണേ? അച്ഛൻ നിങ്ങളിത് എൻ്റെ കയ്യിൽ പൊട്ടിച്ചു തരാം. ഇങ്ങോട്ടാ പോ.